നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് പ്രൊഫസർ ബി രാജീവൻ. നമസ്കാരം മാഷ്. നമസ്കാരം. നോട്ട് പിൻവലിച്ചു, അതേ തുടർന്നാണ് നമ്മളിപ്പോൾ ഈ സംസാരത്തിനിരിക്കുന്നത്. നോട്ട് പിൻവലിച്ചപ്പോൾ രാജ്യത്ത് നാനാതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടായി. തെരുവിൽ നിൽക്കുന്ന സാധാരണക്കാർ മുതൽ സാമ്പത്തിക വിദഗ്ധർ, രാഷ്ട്രീയ നേതാക്കൾ അടക്കം, ഒരുപക്ഷെ സിനിമാ താരങ്ങളടക്കം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഈ അഭിപ്രായങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പഠനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയ്ക്ക്, തത്വശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഈ ചർച്ചകളെക്കുറിച്ച് നിരീക്ഷിക്കാനുണ്ടോ, അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ? നിശ്ചയമായിട്ടും കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് 90% ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താൻ സഹായിക്കുന്നവയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഈ ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കടന്നുപോയിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ അപകടകരമായ ഭീഷണമായ ഒരു സന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്ന ചർച്ചകളല്ല ഇന്ന് പൊതുവെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും വരെയുള്ള ആളുകൾ നടത്തുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ ഈ നോട്ട് പിൻവലിക്കുന്നത് കള്ളപ്പണം തടയാനാണ് എന്ന് പറയുന്ന ഒരു വാദഗതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് എത്ര ഫ്യൂട്ടൈലാണ്, അർത്ഥശൂന്യമാണ് എന്നിതേവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. കാരണം ഈ ആഗോള സമ്പദ്ഘടനയിലേക്ക് കഴിഞ്ഞ ഒരു 2.5 പതിറ്റാണ്ടുകളായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്ന സമൂലമായൊരു പരിവർത്തനമുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രം സാമ്പത്തിക രംഗത്ത് നിർണായകമായി ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു ആഗോള സമ്പദ് വ്യവസ്ഥയാണ്. ഒരു ഭൂമിയെ മുഴുവൻ ഒന്നിച്ച് ഗ്രസിക്കുന്ന ഒരു സാമ്പത്തിക മൂലധന ശൃംഖലയാണത്. അത് സ്വയം നിർണ്ണയിക്കുകയും സ്വയം ഭരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. കാരണം അത് ആഗോള സാമ്രാജ്യ വ്യവസ്ഥയാണത്. ആഗോള സാമ്രാജ്യ വ്യവസ്ഥ അത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടനകൾ ഒന്നിച്ചു ചേർന്ന് ലോകത്തെ ഭരിക്കുന്നതാണത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഈ കള്ളപ്പണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഇല്ലീഗലാണെന്നുള്ളതാണ്. അത് വളരെ കറപ്ഷൻ ബേസ്ഡ് ആയിട്ടാണ് ഈ ആഗോള സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് തന്നെ. നമുക്കറിയാം, ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വന്നിട്ടുള്ള ഇപ്പോൾ ഇമ്മെറ്റീരിയൽ ലേബർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സമ്പത്ത് തന്നെ ഈ ഇമ്മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ട്. ഭൗതിക വസ്തുക്കളെ ആശ്രയിക്കാതെ തന്നെ കൺസൾട്ടൻസി, അതുപോലെ സ്വെറ്റ് മണി, ഈ വിധത്തിലുള്ള ധാരാളം സർവീസിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ള വ്യവസായങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു തുറമുഖം തുടങ്ങണമെങ്കിൽ, ഒരു വലിയ കമ്പനി ആരംഭിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കൺസൾട്ടൻസി മുതൽ ഒരു കമ്പനി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ഒക്കെ പേ ചെയ്യുന്ന ഈ അല്ലേ കമ്മീഷനാണ്. അതെ, വിയർപ്പിന്റെ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് അടക്കം കമ്മീഷൻ നമ്മുടെ കള്ളപ്പണമാണ്. അതെ, പിന്നല്ലാതെ യുദ്ധം നടക്കുന്നത് പോലും ഇപ്പോൾ ആയുധ വ്യവസായം എന്ന് പറയുന്നത്, അതിനൊക്കെ ഇടനിലക്കാരുണ്ട്. നമ്മുടെ രാജ്യത്ത് എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ തന്നെയും ഇത്തരം കൺസൾട്ടൻസിയും ഇടനിലക്കാരും ഇല്ലാതെ അതൊക്കെ ആഗോള കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കള്ളപ്പണം ആഗോള സമ്പദ്ഘടനയുടെ ഭാഗമാണ്. ഏതാണ്ട് ഇപ്പോൾ കണക്കുകൾ, അതിന് ചില ഏജൻസികൾ നടത്തിയ കണക്കുകൾ അനുസരിച്ച് പറയുന്നത് തന്നെ ഏതാണ്ട് 51,000 കോടി ഡോളർ വരുന്ന ഒരു തുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ കള്ളപ്പണമല്ല, 3-4 ലോക രാജ്യങ്ങളുടെ മാത്രം ഈ തലത്തിലുള്ള നിക്ഷേപം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ അതിൽ തന്നെ ഇന്ത്യയുടെ നിക്ഷേപം ഏതാണ്ട് 5,100 കോടി വരുന്ന അത്രയും ഡോളറാണ് വാർഷിക നിക്ഷേപം അതിനകത്ത് വരുന്നത്. ആഗോള സമ്പദ്ഘടനയിലെ ഇന്ത്യയുടെ ഓഹരി, ആഗോള സമ്പദ്ഘടന അല്ലാതെ 3-4 ലോക രാജ്യങ്ങളുടെ കള്ളപ്പണ മേഖലയിലേക്കുള്ള വാർഷികമായ ഒഴുക്കാണത്. ഒരു വർഷം അത്രയും ധനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
അത്രയും കള്ളപ്പണം ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അതെ അതെ, അത്രയും കള്ളപ്പണമാണ് ഇന്ത്യ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ തന്നെ ഏതാണ്ട് 58% ഇന്ത്യയിലെ 1% ആളുകളുടെ കയ്യിലാണ്. 58%, 1% ആളുകളുടെ കയ്യിലാണ്. ഇന്ത്യയിലെ രൂപയുടെ 58%, ഇന്ത്യൻ ധനത്തിന്റെ അത് രൂപയായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നില്ല. അതൊക്കെ പിന്നെ ഈ പറഞ്ഞ വിദേശ പ്രവാഹത്തിലേക്ക്, ഈ കള്ളപ്പണ പ്രവാഹത്തിലേക്ക് ഒഴുകിച്ചേരുകയാണ് ആണ്ടോടാണ്ട് ചെയ്യുന്നത്. അതുപോലെ അവരുടെ തന്നെ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ വലിയ വൻകിട തോട്ടങ്ങളും വലിയ കൊട്ടാരങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. പിന്നെ സ്വർണവുമായിട്ടുള്ള നിക്ഷേപങ്ങളാണ്. ഇതൊന്നും നോട്ടിനെ ബേസ് ചെയ്തല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള അതിൻ്റെ മേജർ ഷെയർ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ട് നിയന്ത്രണം ഒരു പ്രശ്നമേ അല്ല, അവർക്കത് ബാധിക്കുകയില്ല. അതുകൊണ്ട് ആ കള്ളപ്പണത്തെ എന്നല്ല, ഈ ആഗോള സമ്പദ്ഘടനയിലെ ഈ കറപ്ഷനെ ഒരു വിധത്തിലും ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ വാസ്തവം. അപ്പൊ കള്ളപ്പണത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, പിടിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് പറയുന്നത് ഒരു വലിയ കള്ളമാണ്, വലിയ കള്ളമാണ്. നമ്മുടെ ആഭ്യന്തര സമ്പദ്ഘടനയുടെ കാര്യത്തിൽ ഈ നോട്ട് പിൻവലിക്കൽ എന്തുമാത്രം ഗുണങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാക്കും? അതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഈ പറഞ്ഞ 58% സ്വത്ത് 1% ആളുടെ കയ്യിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരിഗണിക്കേണ്ടത് ഈ വൻപിച്ച പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ തുടർന്നു വരുന്ന ഈ വമ്പിച്ച ക്ലാസ് ഡിഫറൻസ്. പലർക്കും അത് കേൾക്കുമ്പോൾ അരോചകമായിട്ട് തോന്നും ആ വാക്കിനോട്. പക്ഷെ ഈ ക്ലാസ് ഡിഫറൻസ് ഒരു റിയാലിറ്റിയാണ്. ഈ 1% വ്യത്യാസം ഇന്നും സത്യമാണ്. 1% ആളുകളുടെ കയ്യിലാണ് 58% സമ്പത്ത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം കണക്കിലെടുക്കാതെ നമുക്കിതിനെപ്പറ്റി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ, മറ്റു തരത്തിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ 80% ജനങ്ങളും ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആ സമ്പദ് വ്യവസ്ഥയാകട്ടെ ഒരു മണി ഇക്കോണമിയാണ്. പണത്തെ ആശ്രയിച്ചിട്ടാണ് വളരെ കാലമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മണി ഇക്കോണമികളിലൊന്നാണ് അത് നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗ്രാമീണ കമ്പോളങ്ങളെയും ദിവസച്ചന്തകളെയും ആഴ്ചച്ചന്തകളെയും ഒക്കെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു വ്യവസായ മേഖല കൂടിയാണത്. ഗ്രാമീണ വ്യവസായ മേഖലയാണത്. അതുമല്ല, അത് സഹകരണ സംഘങ്ങൾ, പ്രാദേശിക സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതൊക്കെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ വലിയ ഒച്ചപ്പാടുണ്ടായിരിക്കുന്ന കാരണം അതാണ്. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണത്. അപ്പോൾ ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഈ പുതിയ തരത്തിൽ ഡിജിറ്റൽ ഈ പറഞ്ഞ നോട്ട് രഹിത സമ്പദ് വ്യവസ്ഥ വരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് മണിയിലേക്ക് മാറണമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ പാടെ തകരുമെന്നുള്ളതാണ്. പാടെ തകരുമെന്നുള്ളത് മാത്രമല്ല, അത് തകർക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ ഗ്രാമീണ കാർഷിക സമ്പദ്ഘടന തകർക്കുകയാണ് ഇപ്പോഴത്തെ നോട്ട് പിൻവലിക്കലിലൂടെ ആരംഭിച്ചൊരു പ്രക്രിയയുടെ ലക്ഷ്യം അതാണ്. കാരണം അത് ആഗോള മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമാണത്, ആ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തന്നെ പറയുന്നുണ്ടല്ലോ, മോഡിയൊക്കെ തുറന്നു പറയാറുണ്ടല്ലോ. കാരണം നമ്മുടെ ഗ്രാമങ്ങളല്ല, നമുക്ക് സ്മാർട്ട് സിറ്റികളാണ് വേണ്ടതെന്നാണ്. സ്മാർട്ട് സിറ്റികൾ, ലോക നിലവാരത്തിലുള്ള സ്മാർട്ട് സിറ്റികൾ. അവിടെ നമുക്ക് ഗ്രാമീണ കമ്പോളങ്ങളല്ല, ചന്തകളല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് മാളുകളാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ വലിയ മാളുകളിലേക്ക് നമ്മുടെ ഈ ദരിദ്ര ഗ്രാമീണരെ കയറ്റണം കാർഡുമായിട്ട്. ഇതാണ്. അവരുടെ കയ്യിൽ പണമില്ല. കാരണം ഈ പറഞ്ഞ ജനങ്ങൾ മുഴുവനും ദരിദ്രരാണ്. 80% ആളുകളും ദരിദ്രരാണ്. അതിലൊരു വലിയ വിഭാഗം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ആദിവാസികളും ദളിതരുമൊക്കെയാണ്. ഇവരൊക്കെ കാർഡുമായിട്ട് മാളുകൾ പക്ഷേ ഇവരെ ഒരു ചിട്ടയായിട്ടുള്ള വംശനശീകരണവും വർഗനശീകരണത്തിൻ്റെയും, ഇത് വർഗസമരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊരു വലിയ ക്ലാസ് സ്ട്രഗിളിൻ്റെ ഭാഗമാണ്. ഇവരെ ഈ പറഞ്ഞ ഏറ്റവും അടിയിലുള്ള ഒപ്രസ്ഡ് സെക്ഷൻസിനെ മുഴുവനും വംശനശീകരണം വരുത്താനുള്ള ഒരു മാർഗമാണ് ഇത് ഗ്രാജുവലായിട്ടാണ്. ഇത് വളരെ ചിട്ടയോടുകൂടിയും പ്ലാൻഡായിട്ടും നടത്തുന്ന ഒരു കാര്യമാണിത്. ഇതാ 1% വേണ്ടി നടത്തുന്നവർ, അത് 1% കയ്യിലാണല്ലോ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്, അവർക്കിപ്പോൾ പുതിയ ഡിജിറ്റലൈസേഷൻ വന്നാലും പുതിയ ടെക്നോളജി വന്നാലും മാളുകൾ വന്നാലും എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബുള്ളറ്റ് ട്രെയിൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും കടൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണോ ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാക്കുന്നത്? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ വാദിച്ചത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് ഈ
സ്ഥിതിയെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയില്ല. ശേഷിയില്ല. അവർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത ബാങ്കിങ് നടത്താനുള്ള വിഭവങ്ങളില്ല എന്നാണ്. അങ്ങനെ ശേഷിയില്ലാത്ത, കമ്പ്യൂട്ടർ ഇല്ലാത്തവൻ ജീവിക്കണ്ട എന്നൊരു സന്ദേശം ഇതിന്റെ ഉള്ളിലുണ്ടോ? അല്ല, ഒരു കാര്യമുള്ളത്, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയെ പഴയ തരത്തിലുള്ള ആ ഒരു പ്രാകൃത ഗ്രാമീണ വ്യവസ്ഥയിൽ നിർത്താനാണോ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം വരും. അവിടെയാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കാതലതാണ്. കാരണം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് ഗാന്ധിയുടെ കാലം മുതൽക്ക് പറയുന്നതാണ്, ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, അതിനെ വികസിപ്പിക്കുക. അതാണ് ഇന്ത്യ, അവിടെയാണ് ഇന്ത്യയുടെ വികസനം ഇരിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് അതിൻ്റെ മേൽ ഒരു ഗ്ലോബലൈസേഷൻ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. പകരം ഒരു ബദൽ സമ്പദ്ഘടനയുടെ വികാസമാണ് വേണ്ടത്. ഈ ബദൽ സമ്പദ്ഘടന വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഭാവന നമ്മുടെ മുൻ ഗവൺമെൻറ്റുകൾക്കും ഉണ്ടായിട്ടില്ല. അവരാണല്ലോ ഇത് ആഗോളവൽക്കരണം നടപ്പാക്കിയത്. ഇതിപ്പോൾ ഇവർ ശക്തമായിട്ട് തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ പുതിയ ആഗോള മുതലാളിത്തത്തിൻ്റെ ഏജൻസി പണിയാണ് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നോട്ട് പിൻവലിക്കൽ വന്നിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാഷു പറഞ്ഞു, ഗ്രാമീണ കാർഷിക സമ്പദ്ഘടനയുടെ വംശനാശം ലക്ഷ്യം വെച്ചാണ് ഇത് നീങ്ങുന്നതെന്ന്. ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, ആഗോളവൽക്കരണത്തിന്റെ ആദ്യ പടി നടക്കുമ്പോൾ തന്നെ നമ്മളുടെ കർഷക ഗ്രാമങ്ങളിൽ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഇനിയുള്ള സാഹചര്യത്തിൽ ഈ സമ്മർദ്ദം കൂടി വരുമ്പോൾ, ഈ പുത്തൻ നയങ്ങളുടെ നടപടികളുടെ സമ്മർദ്ദം കൂടി വരുമ്പോൾ ആത്മഹത്യകൾ പെരുകും എന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഇപ്പം കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ തന്നെയും ഒരു 4 ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ ആഗോളവൽക്കരണം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മുടെ കാർഷിക ഗ്രാമീണ സമ്പദ്ഘടന നേരിടുന്ന പ്രതിസന്ധിയുടെ അതിഭീകരമായൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കാരണം ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചിരുന്ന ഇന്ത്യൻ കർഷകൻ എന്ന് പറയുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിനെ നശിപ്പിക്കുക, അതിനെ തകർക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, അതിന് അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയില്ലാതെ വരുമ്പോഴാണ് ഈ ആത്മഹത്യയിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ നട്ടെല്ലൊടിക്കപ്പെട്ടു. ഈ നോട്ട് നടപടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ഇപ്പോൾ അതിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ രാഷ്ട്രീയ വശം അപ്പോഴാണ് പ്രകടമാകുന്നത്. രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വശമാണ് വാസ്തവത്തിൽ അതിൻ്റെ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത്. ഇത് ഒരു സമ്പദ്ഘടന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയാണ്. സാമൂഹ്യമായ നിലനിൽപ്പിൻ്റെ തന്നെ അടിത്തറയാണ് സമ്പദ്ഘടന. ഈ സമ്പദ്ഘടനയിലാണ് ഈ രാഷ്ട്രീയ പ്രയോഗം നടന്നിരിക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിന്നുള്ള കടന്നുകയറ്റം നടന്നിരിക്കുന്നത് അത് നിശ്ചയമായിട്ടും ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വഭാവം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ പത്രസ്വാതന്ത്ര്യത്തെ തടഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു എന്നുള്ളതല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിത സ്വാതന്ത്ര്യത്തെ തടഞ്ഞില്ല. അത് രാഷ്ട്രീയ ജീവിതത്തെയാണ് അത് ബാധിച്ചത്. പക്ഷേ ഇതല്ല, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ നിലനിൽപ്പിനെ ആണ്, ഭൗതികമായ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. കാരണം അത് നിങ്ങളുടെ അടുക്കളയിലേക്കും നിങ്ങളുടെ പോക്കറ്റിലേക്കും ആണ് കൈയിടുന്നത്. അപ്പോൾ ആ അടിയന്തരാവസ്ഥ എന്ന ഒരു വാക്കിലേക്ക് നമ്മൾ ചുരുക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഡൽഹിയിൽ ഒരാളിന് ഒരു രാഷ്ട്രീയ അധികാരിക്ക് ഇരുന്നു കൊണ്ട് ഈ 120 കോടി വരുന്ന ജനങ്ങളുടെ പോക്കറ്റിലേക്കും ഒരു ദിവസം ഒരു സെക്കൻഡിൽ കൈയിടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായൊരവസ്ഥയാണ്. ഒരു ചക്രവർത്തി ആജ്ഞാപിക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് പോലെ ഒരാൾ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അടുക്കളയിലേക്കും പോക്കറ്റിലേക്കും കൈയിടുകയാണ് ചെയ്യുന്നത്. മുതലാളിത്തം അതിന്റെ തീവ്ര പ്രഭാവത്തിലേക്ക് എത്തുമ്പോൾ രാജ്യം ഒരു ഫാക്ടറിയായും ഒരു ജയിലായും മാറുമെന്ന് മാഷുവിന് മുമ്പ് അത് തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഹിറ്റ്ലറൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ജനത എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനൊക്കെയുള്ള മുകളിൽ നിന്നുള്ള ആജ്ഞകൾ കൊടുക്കുകയാണ്. ഈ ആജ്ഞയ്ക്ക് അടിപ്പെടുന്ന ഇതിനകത്തുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നരേന്ദ്രമോദി ഇത് നടപ്പാക്കുന്നതിലൂടെ കാണുന്നത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണമുണ്ട് ഇതിനകത്ത്.
രാഷ്ട്രീയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണം നടത്തിയാൽ അനേകം സംസ്കാര വൈവിധ്യങ്ങളും വിവിധ ഭാഷകളും സംസാരിക്കുന്ന വിവിധ താല്പര്യങ്ങളുമുള്ള ഈ 120 കോടി ജനങ്ങളുടെ വൈവിധ്യത്തെ എങ്ങനെ ഒറ്റ കൈകൊണ്ട് ഏകീകരിക്കാം, പിടിച്ചെടുക്കാം? അത് ഉദ്ഗ്രഥനമല്ല, അതൊക്കെ ഒരു ഫാസിസ്റ്റ് സമഗ്രാധിപത്യ പ്രയോഗമാണ്. ഒരു സമഗ്രാധിപത്യത്തിൻ്റെ പിടിയിലേക്ക് എങ്ങനെ ഒരു രാഷ്ട്രത്തിലെ കോടിക്കണക്കായ ജനങ്ങളെ കൊണ്ടുവരാം, സാധിക്കുമോ എന്നുള്ളതിൻ്റെ ആദ്യ പരീക്ഷണമാണ് ദേശീയത, രാജ്യസ്നേഹം. രാജ്യസ്നേഹം കൊണ്ട് ഇതുവഴി ഉണ്ടായ ദുരന്തങ്ങൾ കുറച്ചു നാളത്തേക്ക് സഹിക്കുക. ഈ രാജ്യം അത് കഴിഞ്ഞാൽ അഭിവൃദ്ധിപ്പെടാൻ പോകുന്നു. രാജ്യസ്നേഹം ഇല്ലാത്തവരാണ്, രാജ്യദ്രോഹികളാണ് ഈ എതിർപ്പ് ഉയർത്തുന്നത് എന്ന ഒറ്റ വാക്കും ഒറ്റ വാക്യവും ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് സുഖമായി നേരിടാവുന്നതല്ലേ ഈ വാദങ്ങൾ മുഴുവൻ? ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം ഒരു രാജ്യത്തെ ഗവൺമെൻറ് അല്ല ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഈ RSS അധികാരത്തിൽ വന്നതാണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതാണ്. പക്ഷെ അതുകൊണ്ട് അവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നില്ല, ഇന്ത്യൻ ദേശീയതയെ പ്രതിനിധീകരിക്കുന്നില്ല, ഇന്ത്യൻ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നില്ല. അവരൊരു ഗവൺമെൻറ് മാത്രമാണ്, അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ്. അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളല്ല ദേശത്തിൻ്റെ താല്പര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗ്രാമീണ സമ്പദ്ഘടനയെ മൊത്തത്തിൽ തകർക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ്, ഇന്ത്യൻ ദേശീയതയുടെ തന്നെ ശത്രുവാണെന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയുടെ അന്തസത്തയാണ് തകരുന്നത്. അതാണ് ആ രാജ്യ സ്നേഹവാദത്തിനുള്ള മറുപടി അതാണ്. കാരണം അവരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെയും ഇന്ത്യയുടെ ആയിരക്കണക്കിന് ആണ്ടുകൾ നീണ്ടു നിന്ന സംസ്കാരത്തിൻ്റെയൊക്കെ യഥാർത്ഥ ശത്രുക്കൾ അവരാണ്. ഒന്നാമത്തെ കാര്യം, അവർ അതിന് പറയുന്ന ഈ പറഞ്ഞ ദേശീയത അവരുടെ മതദേശീയതയാണ്. അതാണ് അതിന് മറ്റൊരു വശം. അതാണ് ഈ മതദേശീയത എന്ന് പറയുന്നത് ഒരു പുതിയ ഇവർ കൊണ്ടുവന്ന ഒരു സങ്കല്പം മാത്രമാണ്. ഇന്ത്യയുടേത് മതദേശീയതയാണെന്നുള്ളത്. ഇന്ത്യയുടേത് ഒരിക്കലും മതദേശീയതയല്ല. കാരണം ഇവർ പറയുന്ന ഹിന്ദുമതമല്ല, ഗോൾവാൾക്കറുടെ ഹിന്ദുമതമല്ല, അല്ലെങ്കിൽ ഗോഡ്സെയുടെ ഹിന്ദുമതമല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഹിന്ദുമതമല്ല യഥാർത്ഥത്തിൽ ആയിരത്താണ്ടുകൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹിന്ദുമതം എന്ന് പറയുന്നത്. അത് പുതുതായി കൺസ്ട്രക്ട് ചെയ്തൊരു ഇത് ഒരു പാശ്ചാത്യ മാതൃകയിൽ ഗോൾവാൾക്കർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കല്പമാണിത്. കാരണം ഇത് പഴയ യഥാർത്ഥ സാധാരണക്കാരിന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ ഹിന്ദുമതം എന്ന് പറയുന്നത് മഹത്തായൊരു സങ്കല്പമാണ്. അത് വിവിധ മതങ്ങൾക്ക് ഇഴുകിച്ചേരാൻ കഴിയുന്ന, വിവിധ വിശ്വാസങ്ങൾക്ക് ഇഴുകിച്ചേരാൻ കഴിയുന്ന, ദളിതനും ബ്രാഹ്മണനും ഒക്കെ ഇടപെടാൻ കഴിയുന്ന എല്ലാ വിധത്തിലുമുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇന്ത്യൻ ഹിന്ദുമതം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി ഹിന്ദുവല്ല. കാരണം അത് ഒരർത്ഥത്തിൽ ഹിന്ദു അല്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഈ ആയിരത്താണ്ടുകൾ നിന്ന് അതിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ അന്തകനാണ്, ആയിത്തീരാൻ പോവുകയാണെന്നുള്ളതാണ്. അവരിലൂടെ ഹിന്ദുമതം നശിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഇവർ ഹിന്ദുക്കളല്ല എന്നാണ്. ഹിന്ദുമതത്തെ പ്രതിനിധീകരിക്കുന്നില്ല നരേന്ദ്രമോദി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ആ വിധത്തിലുള്ള ഒരു ആശയപരമായ പ്രചരണവും അതേസമയം ഈ പറഞ്ഞ ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന ക്ലസ്റ്ററുകളുണ്ടല്ലോ, ആ ക്ലസ്റ്ററുകൾ എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് രാഷ്ട്രീയമായിട്ടുള്ള മുഖങ്ങളുണ്ടാവണം അതിന്. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ നടന്ന സമരങ്ങളിൽ കാർഷിക വിളകളും പാലും ഒക്കെ ഒഴുക്കിക്കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സമരത്തിന്റെ ചില ദൃശ്യങ്ങൾ കണ്ടതല്ലാതെ അത് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ കർഷകർ, ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ നോട്ട് പിൻവലിക്കലിന്റെ ദുരിതങ്ങൾക്കെതിരെ സമരരംഗത്ത് വരുന്നതായി കാണുന്നില്ലല്ലോ. അല്ല, അത് ഒന്നാമത്തെ കാര്യം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നട്ടല്ലൊടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അവർ. വളരെ കാലം കൊണ്ട് തകർക്കപ്പെട്ടവരാണ്. അവരെ നമ്മൾ ഇനിയും പുതിയ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി അവർ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒക്കെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഗ്രാമീണരും കർഷകരുമാണ് ഇതിൻ്റെ ദുരിതം ഏറ്റവും അധികം പേറുന്നത് എന്ന് മാഷ് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലൊക്കെ പണിയെടുക്കുന്ന സാധാരണക്കാർ, ഇടത്തരക്കാർ ഒക്കെയും ഇതിൻ്റെ ദുരിതം പേറുന്നുണ്ടല്ലോ. അവർക്ക് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന രാജ്യം കൊടുത്ത വാഗ്ദാനം, സമ്പാദ്യത്തിനുള്ള അവകാശം, അത് അതിലംഘിക്കപ്പെടുകയല്ലേ? സ്വന്തം സമ്പാദ്യം ചെറുതാണെങ്കിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാനുള്ള സാധ്യത നിലച്ചു. അവരും കൂടി ഇതിനെതിരായ സമരത്തിൽ
ആ മുന്നണിയിൽ എവിടെയെങ്കിലും അവർക്കും ഒരു ഇടമില്ലേ? അതിനെ എങ്ങനെ കാണുന്നു? അത് നിശ്ചയമായിട്ടും ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തുള്ള ജനാധിപത്യ ധ്വംസനമാണ്. അതാണിപ്പോൾ ഈ ചോദ്യത്തിൻ്റെ സാരാംശം. അതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ജനാധിപത്യ ധ്വംസനമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും, ഏറ്റവും മുകൾത്തട്ടിലുള്ള 1% ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും മുന്നോട്ട് വരേണ്ടതാണ്. കാരണം ഇന്ത്യ തന്നെ അപകടത്തിലായിരിക്കുന്നു, ഇന്ത്യക്കാരുടെ ജീവിതം അപകടത്തിലായിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തെന്ന പോലെ, സ്വാതന്ത്ര്യ സമരകാലത്ത് കർഷകർ മാത്രമല്ലല്ലോ വന്നത്, ഇടത്തരക്കാരും മറ്റു ബഹുജന വിഭാഗങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടാണ് സ്വാതന്ത്ര്യ സമരം വിവിധ ധാരകളിലൂടെ വന്ന് മുന്നോട്ട്. അത്തരത്തിൽ ഇന്ത്യൻ ജീവിതത്തിൻ്റെ വിവിധ ധാരകളുടെ ഒരു മുന്നോട്ട് വരവ്, ഒരു വിമോചനത്തിന് വേണ്ടിയുള്ള മുന്നോട്ട് വരവ്, യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യയെ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിമോചന സമരമാണ് രൂപപ്പെടേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പറയാൻ കാരണം, ഇപ്പോൾ തൽക്കാലം ഈ നോട്ട് പ്രതിസന്ധി ചിലപ്പോൾ തരണം ചെയ്തേക്കാം. വളരെയധികം ആളുകൾ സഫർ ചെയ്യും, നമ്മുടെ സമ്പദ്ഘടന തകരും. ഈ വിധത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാകും. വലിയ വലിയ ഫാമിൻ സഹിച്ച ജനതയാണ്, വലിയ പട്ടിണികൾ സഹിച്ച ജനതയാണ്. അവരിതൊക്കെ സഹിച്ചു എന്ന് വരും. പക്ഷേ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആഴത്തിലുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കും ഗ്രാമീണ സമ്പദ്ഘടനയ്ക്കും ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഉണ്ടാക്കാൻ പോകുന്ന, അതിലേൽപ്പിക്കാൻ പോകുന്ന വലിയ നാശങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഡിസ്ട്രക്ഷൻ, നശീകരണം, അതിൻ്റെ നിഷേധാത്മകമായ ശക്തികൾ, അതൊക്കെ വിട്ടുപോകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരു വിമോചനം ആവശ്യമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, അപകടം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഉപരിപ്ലവമായ അഭിപ്രായ പ്രകടനങ്ങളല്ല ഉണ്ടാകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം നന്ദി.